ഞാൻ ജയ 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 ഹേ എന്ന് പറഞ്ഞ സിനിമയിലൂടെ അച്ഛൻ കഥാപാത്രത്തിലെത്തിയ ആളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഹായ് രുചി ചേട്ടാ, വെൽക്കം ടു മാജിക് മീഡിയ. അപ്പൊ നമുക്ക് ഈ അടുത്തിറങ്ങിയ സിനിമയിൽ അടിപൊളി അച്ഛനായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ മായമ്മ എന്ന സിനിമയുടെ ക്യാരക്ടറിനെ പറ്റി പറയാം. മായമ്മ എന്ന സിനിമയിലൊരു മുൻഷി മാഷ് എന്നൊരു ക്യാരക്ടർ, അതായത് മാഷിൻ്റെ ക്യാരക്ടറാണ്. അതായത് അതുപോലെ നല്ല പ്രായമുള്ളൊരു കഥാപാത്രമാണ്. അത് നായിക കഥാപാത്രത്തോട് സപ്പോർട്ട് ചെയ്യുന്ന, അവളുടെ ഗുണദോഷങ്ങൾക്കൊക്കെ എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു കഥാപാത്രമാണ്. തീർച്ചയായിട്ടും മറ്റു വ്യത്യാസമുണ്ട്. അത് മുന്നേ ചെയ്യുന്നത് മാത്രമല്ല, ഈ ജയ ജയ ജയ്ക്ക് മുമ്പ് ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു ഒരുമിച്ച് പ്ലാൻ ചെയ്തൊരു സിനിമയാണ്. വേണ്ടതാണ് ഇത്, പക്ഷെ അത് നമ്മൾ ചെയ്യാൻ താമസിച്ചുകൊണ്ടാണ് ഇങ്ങോട്ടായത്. അതിന് മുമ്പ് ജയ ജയ ജയ്ക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെ അന്താക്ഷരി എന്നൊരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഞാൻ ഒരു 28 വർഷങ്ങളായി ഇതിൻ്റെ പിന്നണിയിലും പ്രവർത്തിക്കുന്ന ഒരാളാണ്. സിനിമാ രംഗത്ത് തന്നെ വിജയകൃഷ്ണൻ സാറിൻ്റെ കൂടെയൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായും അസോസിയേറ്റ് ആയിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അഭിനയിക്കാൻ ചാൻസ് വെച്ച് നിന്നാണ്, പിന്നെ അതിൻ്റെ പിന്നണി പ്രവർത്തകനായി. തീർച്ചയായിട്ടും ഞാനൊരു 38-39 വർഷമായി പ്രൊഫഷണൽ നാടകരംഗത്താണ്. സ്വന്തമായി നാടക സമിതി ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഒരാഗ്രഹം സിനിമയിൽ അഭിനയിക്കാൻ തന്നെയായിരുന്നു. അതിനുവേണ്ടി അവസരം ചോദിച്ച് നടന്നപ്പോഴാണ് ഇതിൻ്റെ സഹസംവിധായകനായും പ്രൊഡക്ഷൻ കൺട്രോളറായൊക്കെ പ്രവർത്തിക്കേണ്ടി വന്നത്. കുറച്ച് ടോക്സിക് പാരന്റിങ് എല്ലാം കൂടി ഇങ്ങോട്ട് ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതേപോലെ ഭയങ്കര നോട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ. മുൻഷി രണ്ടും ക്യാരക്ടറും കഥയും വ്യത്യാസമാണ്, ഈ കാലഘട്ടം വ്യത്യാസമാണ്, കഥാപാത്രത്തിലും വ്യത്യാസമാണ്, പ്രായം വ്യത്യാസമാണ്. രണ്ടും രണ്ട് പ്രായത്തിലുള്ള, രണ്ടും നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്യാരക്ടറാണ്. ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പോ ഈ അങ്കിതയായിട്ടും പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റ് ഉണ്ട്. അങ്കിതയെ ഞാൻ സീരിയലുകളിലൊക്കെ നേരത്തെ കുറച്ച് അഭിനയിച്ചിട്ടുള്ള ആളെ, എൻ്റെ സഹസംവിധാനമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളായിരുന്നു. അങ്കിയെ കുറിച്ച് നേരത്തെ അറിയാം. പിന്നെ അരുണിനെ നായകനായിട്ട് അഭിനയിച്ച അരുണിനെ നമ്മൾ ഈ ചിത്രത്തിലൂടെയാണ് കണ്ടത്. പക്ഷേ ഇതൊരു ഷൂട്ടിംഗ് സെറ്റായിട്ടല്ല ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അത് എല്ലാ സിനിമയുടെയും അതിൻ്റെ കപ്പിത്താൻ എന്ന് പറയുന്ന ഡയറക്ടർ തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ ഈ മായമ്മ സിനിമയെന്ന് പറഞ്ഞത് എല്ലാവരും എല്ലാ ജോലിയും ചെയ്യും. ഇപ്പം നമ്മുടെ ഡയറക്ടർ പ്രൊഡക്ഷൻ്റെ ജോലി ചെയ്തിട്ടുണ്ട്. രാവിലെ പ്രൊഡക്ഷൻ്റെ വണ്ടി വന്നാൽ ചിലപ്പം കസേര ഇറക്കുന്നത് അല്ലെങ്കിൽ പാത്രം ഇറക്കുന്ന ഡയറക്ടറായിരിക്കും. അതങ്ങനെ ആരും മാറി നിൽക്കാറില്ല. ഈ സിനിമയിൽ തന്നെ ഇപ്പോൾ പ്രോമിറ്റ് ചെയ്യാൻ പെട്ടെന്നാണെങ്കിൽ ഞാൻ പ്രോമിറ്റ് ചെയ്യും. റിപ്പോർട്ടർ ആണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാം അതുപോലെ എല്ലാവരും എല്ലാ ജോലിയും ചെയ്തുകൊണ്ട് ഞങ്ങൾ കൂട്ടായ ഒരു കുടുംബം പോലെ ഒരു ചിത്രമാണ്. ഇല്ലല്ല, തീർച്ചയായിട്ടും അല്ല. നടനാവുക, അഭിനയിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അത്. അങ്ങനെ ചെന്ന പിന്നെ ഇതെല്ലാം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചത്. എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല അങ്ങനെ പാടാണ്. പക്ഷെ ഞാൻ ഈ 38 വർഷത്തോളം കാത്തിരുന്നെങ്കിൽ ഇടയ്ക്ക് എല്ലാം ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രം കിട്ടിയത് ഈ അടുത്ത കാലത്താണെങ്കിൽ തന്നെയും ഇപ്പോഴങ്ങനെ ഒരു മൂവിയിൽ അഭിനയിക്കാൻ അങ്ങനെ ഒരു പാടെന്ന് എനിക്ക് തോന്നില്ല. ഇപ്പം ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് ഈ സിനിമയിലെത്താൻ. നമ്മൾ താല്പര്യം വേണം, പക്ഷെ അതിനൊരു അർപ്പണ ബോധം വേണമെന്ന് എൻ്റെ അഭിപ്രായം. അത് ഇപ്പോഴത്തെ സിനിമയിൽ അത് ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഞങ്ങളുടെ ഒരു പഴയ കാലത്തെ സിനിമ, ഞാൻ കുറേ കാലം കൊണ്ട് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ അറിയാം. പണ്ടത്തെ നടന്മാരുടെയൊക്കെ ഇൻ്റർവ്യൂ ആക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും. ഷൂട്ടിംഗ് സെറ്റിൽ ഞങ്ങളൊരു കുടുംബം പോലെയായിരുന്നു. പിന്നെ വന്നപ്പോൾ അത് കാണാനില്ല. പക്ഷെ ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ കുടുംബം പോലെ ജയ 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 ആയിരുന്നാലും ഇപ്പോൾ ഈ മായമ്മ ആയിരുന്നാലും ഞങ്ങളങ്ങനെ ഒരു കുടുംബമായിട്ട് വർക്ക് ചെയ്തൊരു സിനിമ തന്നെയാണിത്.